തനിക്ക് എന്താണ് കുറവ്? സീറ്റ് നിഷേധത്തിൽ പൊട്ടിക്കരഞ്ഞ് പപ്പു യാദവ്. പൂർണിയ ലോക്സഭാ സീറ്റ് നിഷേധിച്ചത് തനിക്ക് എന്ത് കുറവായിട്ടാണെന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞ് മുൻ MP പപ്പു യാദവ്. 2 ആഴ്ച മുമ്പ് കോൺഗ്രസിൽ ചേർന്ന പപ്പു യാദവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂർണിയയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നറിയിച്ചിട്ടും മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയ ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും നടപടിയെയും അദ്ദേഹം ചോദ്യം ചെയ്തു. മധേപുരയിലേക്കും സുബോലിലേക്കും പോകാൻ എന്നോട് തുടർച്ചയായി ആവശ്യപ്പെടുന്നത് എന്തിനാണ്? ഞാൻ കോൺഗ്രസുമായി ലയിക്കുന്നതിനു മുമ്പ് ലാലു പ്രസാദ് യാദവിനെ കണ്ടപ്പോൾ പറഞ്ഞതാണ് എനിക്ക് പൂർണിയയെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകാനാകില്ലെന്ന്. കരഞ്ഞുകൊണ്ട് പപ്പു യാദവ് പറഞ്ഞു. പൂർണിയയിൽ RJD സ്ഥാനാർത്ഥിയായി ബിമാ ഭാരതി നാമനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിനും തേജസ്വി യാദവിനുമൊപ്പം എത്തിയാണ് ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പപ്പു യാദവ് 3 വട്ടം വിജയിച്ച മണ്ഡലമാണ് പൂർണിയ. ഏറെക്കാലമായി ഇദ്ദേഹം പൂർണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. മഹാസഖ്യത്തിൽ സീറ്റ് വിഭജിച്ചപ്പോൾ ബീഹാറിലെ 40 സീറ്റുകളിൽ RJD എടുത്ത 26 പെടുന്നതാണ് പൂർണിയ. അടുത്തിടെ JDU വിട്ടുവന്ന മുൻ മന്ത്രി ബിമാ ഭാരതിയാണ് ഇവിടെ RJD സ്ഥാനാർത്ഥി. പൂർണിയ സീറ്റ് പ്രതീക്ഷിച്ചാണ് പപ്പു യാദവ് ജന അധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചത്. മധേപുര അല്ലെങ്കിൽ സുബോൽ മണ്ഡലം കോൺഗ്രസിന് നൽകാൻ RJD തയ്യാറാണെന്നതാണ് പപ്പു യാദവിന് ആശ്വാസം. മധേപുരയിൽ നിന്ന് മുമ്പ് ഇദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പപ്പുവിൻ്റെ പത്നി രഞ്ജിത രഞ്ജൻ മുമ്പ് ലോക്സഭയിലേക്ക് വിജയിച്ച മണ്ഡലമാണ് സുബോൽ. കോൺഗ്രസ് ലോക്സഭാ ടിക്കറ്റ് നൽകിയില്ലെങ്കിൽ പൂർണിയയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ മടിക്കില്ലെന്ന സൂചന അദ്ദേഹം നേരത്തെ നൽകിയിരുന്നു. അതേസമയം ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി ബിമാ ഭാരതിക്കാണ് കോൺഗ്രസ് പിന്തുണയെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അഖിലേഷ് പ്രസാദ് സിംഗ് അറിയിച്ചു. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ സഖ്യ തീരുമാനത്തിന് വിരുദ്ധമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.